ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ പെട്ടെന്ന് ചാർട്ടിൽ പുതിയ ബ്രേക്ക്ഔട്ട് കാണുമ്പോൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടുമല്ലേ? പക്ഷേ ആക്ച്വലി എന്താണ് ഈ ബ്രേക്ക്ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ജസ്റ്റ് ഒരു ടെക്നിക്കൽ മൂവ് ആണോ, അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ ബിസിനസ് ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആവുന്നുണ്ടെന്നാണോ? അപ്പം ഇന്നത്തെ വീഡിയോയിൽ കൺസോൾട്ടേഷൻ ശേഷം പുതിയ ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് കാണിച്ച രണ്ട് സ്റ്റോക്സ് ആവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻഫാക്ട് അവരുടെ ബിസിനസ് സ്റ്റോറിയിലും പുതിയ മൊമെന്റം കാണിച്ചേക്കാം. സോ നമുക്ക് നോക്കാം, ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ടേം ബൗൺസ് ആണോ, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ റീ റേറ്റിംഗിന്റെ തുടക്കമാണോ എന്നുള്ളത്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ കമ്പനികൾ എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ആണ്. 1986 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് പ്രിസിഷൻ മാനുഫാക്ചറിലെ ലീഡിംഗ് കമ്പനിയായിട്ട് അവർ പല സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ, അതുപോലെ എഞ്ചിനീയറിംഗ് സെക്ടറിനായിട്ട് ക്ലയന്റ് സ്പെസിഫിക്കേഷൻ പ്രകാരം കോമ്പോണൻസ് അതുപോലെ സബ് അസംബ്ലീസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ വേർട്ടിക്കൽസ് നോക്കാം. അലുമിനിയം പ്രൊഡക്ട്സ് ഇത് റവന്യൂയിലേക്ക് 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി ലൈറ്റ് വെയിറ്റ് സൊല്യൂഷൻസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ 2 വീലേഴ്സിനായിട്ട് ക്രാങ്ക് കേസസ് അതുപോലെ സിലിണ്ടറിക്കൽ ബ്ലോക്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ യൂസിനായിട്ട് കോമ്പോണൻസും. ഇനി അടുത്തത് വരുന്നത് പവർ ട്രെയിൻ ആണ്. റവന്യൂയിലേക്ക് 28% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, പാസഞ്ചർ വെഹിക്കിൾസ്, ഫാമിംഗ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മൈനിങ് മെഷീനറിക്കായിട്ട് ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ പവർ ട്രെയിൻസ് അതുപോലെ തന്നെ റിലേറ്റഡ് പാർട്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പാർട്സിൽ വരുന്നതാണ് കീ എഞ്ചിൻ അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ കോമ്പോണൻസും. അപ്പം ഈ അടുത്ത് വരുന്ന ഇൻഡസ്ട്രിയൽ ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. റവന്യൂയിലേക്ക് 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോൺ ഓട്ടോമോട്ടീവ് വെർട്ടിക്കൽ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോറേജ് സൊല്യൂഷൻസ്, ഹൈ എൻഡ് സബ് അസംബ്ലീസ്, കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് അതുപോലെ തന്നെ അതർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണ്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം. 3 ഇയേഴ്സ് സെയിൽസ് CAGR വരുന്നത് 37% ആണ്. പക്ഷെ പ്രോഫിറ്റ് ഗ്രോത്ത് ജസ്റ്റ് 9% ലിമിറ്റഡ് ആണ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനിയുടെ റവന്യൂ 1784 കോടിയായിരുന്നു. ഇയർ ഓവർ ഇയർ 55% ഗ്രോത്തോടെ. അപ്പോൾ ഇത് കാണിക്കുന്നത് സ്ട്രോങ് സെയിൽസ് മൊമെന്റം ആണ്. അപ്പോൾ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അലുമിനിയം സെഗ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 2 ഇരട്ടിയിലധികം കൂടി 1071 കോടിയായി. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ മെയിൻ കാര്യം നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ ബിസിനസ് കൊടുത്തുകൊണ്ടാണ്. അതുപോലെ 2025 ഫൈനാൻഷ്യലിലെ കൺസോളിഡേറ്റഡ് അക്വിസിഷനിൽ നിന്നാണ്. DR ആക്സിയോണും സ്ട്രോങ് റവന്യൂ ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 ക്വാർട്ടർലി റൺ റേറ്റ് ഏകദേശം 408 കോടി എത്തി. അപ്പോൾ ഇതിന്റെ മെയിൻ കാര്യം പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്തും അതുപോലെ മെയിൻ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുമാണ്. എന്നാൽ ഇവിടെ എക്സ്പെൻസ് 59.3% കൂടി 1519 കോടി എത്തി. അതായത് റവന്യൂവിനേക്കാളും വേഗത്തിൽ വളർന്നു ഇത്. അപ്പോൾ ഇത് മാർജിനിൽ പ്രഷർ ഉണ്ടാക്കി. അപ്പോൾ എക്സ്പെൻസ് കൂടാനുള്ള മെയിൻ കാര്യം എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസും അതുപോലെ അതർ എക്സ്പെൻസും കൂടിയതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റിൽ ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 34.5% കൂടി 265 കോടി എത്തി. എന്നാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 227 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 14.85% എത്തി. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ടോപ്പ് ലൈൻ ഗ്രോത്തിന്റെ ഫുൾ ബെനിഫിറ്റ് മാർജിനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒപ്പം ഇൻട്രസ്റ്റ് കോസ്റ്റ് 34.7% കൂടി 66 കോടി എത്തി. അതുപോലെ ഡിപ്രീസിയേഷൻ 41.7% കൂടി 102 കോടിയായി. അപ്പോൾ രണ്ടും പ്രോഫിറ്റബിലിറ്റിനെ ഞെരുക്കിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 18.6% വളർന്ന് 70 കോടി എത്തി. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 121 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 3.92% എത്തി. അപ്പോൾ ഇതിന് കാരണം എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ അതുപോലെ ഇൻട്രസ്റ്റ് എല്ലാം കൂടിയതുകൊണ്ടാണ്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ഇപ്പോൾ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ 2026 ഫൈനാൻഷ്യലിലെ 7000 കോടിയുടെ റവന്യൂ ഗൈഡൻസും അതുപോലെ 1100 കോടിയുടെ എബിറ്റ ഗൈഡൻസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഗ്ലോബൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ഇവർ ഇതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എബിറ്റ മാർജിൻ 15 മുതൽ 15.5% ഇടയ്ക്ക് നിൽക്കും, നിലവിലെ 14.9% കമ്പയർ ചെയ്യുമ്പോൾ. കൂടാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 800 കോടിയാണ്. അപ്പോൾ ഇത് 20 മുതൽ 25% ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. AGM അപ്രൂവലിന് ശേഷം ഗുർഗാവിലുള്ള ലാൻഡ് സെയിൽ പ്രോസസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹരിയാന ഗവൺമെന്റ് ഏകദേശം 10% അക്വയർ ചെയ്യും. അതുപോലെ തന്നെ ബുക്ക് വാല്യൂവിനേക്കാളും 350 കോടിയിലധികം റിയലൈസ് ചെയ്യാനായിട്ടാണ് ഇവിടെ കമ്പനി ഇവിടെ ലക്ഷ്യമിടുന്നത്. ഇനിയിപ്പം നമ്മൾ നോക്കിയാൽ റവന്യൂയിലേക്ക് 28% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പവർ ട്രെയിൻ സെഗ്മെന്റ് Q1 15.2% മാർജിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 4 ക്വാർട്ടറിലെ ഹയസ്റ്റ് ആയിരുന്നു ഇത്. ഇപ്പോൾ കൊട്ടാവാടി പ്ലാന്റ് ഓൾറെഡി 2030 റവന്യൂ ടാർഗറ്റായ 875 കോടിയിൽ നിന്ന് 50% കൂടുതൽ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൂവ് ഔട്ട്സ് ഏറ്റവും കൂടുതൽ 2027-28 ഫൈനാൻഷ്യലിന്റെ ഇടയ്ക്കാവും. അപ്പം പ്രൊഡക്ഷൻ 2027 ഫൈനാൻഷ്യലിൽ തുടങ്ങും, 2029 ഫൈനാൻഷ്യലിൽ പീക്ക് കപ്പാസിറ്റി എത്തും. കൂടാതെ കമ്പനി ജർമ്മൻ ടീമിന്റെ ഒപ്പം കൊളാബറേഷനോടെ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഫോൺബർഗിന്റെ ടെക്നോളജിയിൽ കോൺഫിഡന്റ് ആണ്. അപ്പോൾ ഒരു വലിയ ജർമ്മൻ കമ്പനി ഇന്ത്യനെ മീഡിയം ഡ്യൂട്ടി ട്രക്കിന്റെ ഹബ്ബായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സെഗ്മെന്റിന് ലോങ് ടേം ബൂസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഫൈനാൻഷ്യൽസ് നോക്കാം. 2025 ഫൈനാൻഷ്യലിൽ ലോങ് ടേം ബോറോയിങ്സ് ഏകദേശം 47% കൂടി, മെയിൻലി അക്വിസിഷൻ അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫണ്ടിങ്ങിനായിട്ട്.
അപ്പോൾ ഇൻവെന്ററി 1041 കോടിയിൽ നിന്ന് 1332 കോടിയിലേക്ക് കൂടി. അതുപോലെ റിസീവബിൾസ് 59% കൂടി. അപ്പോൾ ഇതിന് ക്യാഷ് ഫ്ലോയിലേക്ക് ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് 513 കോടിയിൽ നിന്ന് 283 കോടിയായിട്ട് കുറഞ്ഞു, ഏകദേശം 45% ഇടിവ്. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് കാരണം റിസീവബിൾസ് അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്നുള്ള പ്രഷർ കാരണമാണ്. സ്റ്റിൽ ഇൻവെന്ററി ഡേയ്സ് മാർച്ച് 2022 221 ദിവസത്തിൽ നിന്ന് 157 ദിവസമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതിന്റെ അർത്ഥം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതുപോലെ സെയിൽസ് വെലോസിറ്റി രണ്ടും പെട്ടെന്ന് വളർന്നുകൊണ്ടാണ്. അപ്പോൾ പേയബിൾസ് നല്ലപോലെ മാനേജ് ചെയ്തു. ഇപ്പോൾ 2024 ഫൈനാൻഷ്യലിൽ 123 ദിവസത്തിൽ നിന്ന് 157 ദിവസമായിട്ട് കൂടി. അപ്പോൾ ഇതുവഴി കമ്പനിക്ക് സപ്ലൈസിൽ നിന്ന് കൂടുതൽ ക്രെഡിറ്റ് ലഭിച്ചു. ഇവിടുത്തെ നെറ്റ് റിസൾട്ട് എന്തായിരുന്നു? ക്യാഷ് കൺവേർഷൻ സൈക്കിള് 84 ദിവസത്തിൽ നിന്ന് ജസ്റ്റ് 59 ദിവസമായിട്ട് കുറഞ്ഞു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി വളരെ ഷാർപ്പായിട്ട് ഇംപ്രൂവ് ചെയ്തു എന്നതാണ്. ഈവൻ ദോ ഇപ്പോൾ സ്റ്റോക്കിലും റിസീവബിളൊക്കെ കൂടുതൽ പണം ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും. ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ സ്റ്റീവ് വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. 73.4 എന്ന പിയിൽ. അതുപോലെ കമ്പനിയുടെ ROCE, ROE അതുപോലെ ക്യാഷ് കൺവേർഷനും അവർ കോമ്പറ്റേറ്റേഴ്സിന്റെ ആവറേജ് അല്ലെങ്കിൽ മീഡിയൻ വാല്യൂവിനേക്കാളും താഴെയാണ്. ഇപ്പോൾ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോയും ഇവിടെ കൂടുതലാണുള്ളത്. അതുപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ മീഡിയൻ 5 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് 2.5 ആണ്. ഇനി നമുക്ക് ഇവരുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. ഇപ്പോൾ ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ 2021 IPO വഴി പബ്ലിക്കായി. അതിനുശേഷം 3 വർഷത്തിൽ സ്റ്റോക്ക് 3 ഇരട്ടിയിലധികം റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. 6500 എന്ന ലെവലിൽ റിജക്ഷൻ ഫേസ് ചെയ്യും മുമ്പ്. അപ്പം ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ റിജക്ഷന് ശേഷം സ്റ്റോക്ക് ഒരു വർഷത്തേക്ക് കൺസോൾഡേറ്റ് ചെയ്തു. 6500 എന്ന മാർക്ക് ക്രോസ് ചെയ്തപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് കണ്ടു. അപ്പം ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോക്ക് ഇപ്പം 6500 എന്ന ലെവലിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ഇൻവാലിഡേറ്റ് ആയിട്ട് കണക്കാക്കും. ഇനി നമുക്ക് റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓട്ടോ ഇൻഡസ്ട്രി സൈക്ലിക്കലാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അതുപോലെ തന്നെ ലിക്വിഡിറ്റിയും ഡയറക്ട്ലി ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ CV സെഗ്മെന്റ് സെയിൽ ഫ്ലാറ്റ് ആയിട്ട് നിലനിന്നു. അതുപോലെ തന്നെ ഈ അടുത്ത് പവർ ട്രെയിൻ ഗ്രോത്ത് മ്യൂട്ടഡ് ആവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇപ്പോൾ കൊറിയയിൽ EVയിലുള്ള സ്ലോ ഡൗൺ ഐസ് പാർട്സിന്റെ എക്സ്പോർട്ടിനെ ഇൻഡയറക്ട്ലി ബാധിക്കാം. കൂടാതെ ഇപ്പോൾ സൺബീം ഗുർഗാവിലെ ലേബർ ഇഷ്യൂ സെറ്റിലായി. എന്നാൽ Q2 ഫൈനാൻഷ്യൽ 2026 മാർജിൻ അപ്ലിഫ്റ്റ് അൺസർട്ടൻ ആണ്. കാരണം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ എക്യുപ്മെന്റ് ഷിഫ്റ്റിംഗ് നടക്കുന്നതുകൊണ്ടാണിത്. ഇനിയിപ്പോൾ കൂടാതെ 60% റവന്യൂ അലുമിനിയം പ്രൊഡക്ട്സിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇതിന് നമുക്ക് ബാധിക്കാം. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി വരുന്നത് ഹുണ്ടായി മോട്ടോഴ്സ് ആണ്. 1996 ഹുണ്ടായി മോട്ടോഴ്സ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങുന്നത്. ഹുണ്ടായി ഗ്രൂപ്പിന്റെ പാർട്ടാണിത്. ഇപ്പോൾ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിന്റെ ബേസിൽ ലോകത്തെ 3rd ലാർജസ്റ്റ് ഓട്ടോ മാനുഫാക്ചർ ആണ്. ഇപ്പോൾ ജൂൺ 2025 പ്രകാരം ഹുണ്ടായിക്ക് പാസഞ്ചർ വെഹിക്കിളിൽ 12.87% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ EV സ്പേസിൽ 3.9% ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ ബിസിനസ് നോക്കാം. ഹുണ്ടായിക്ക് അവരുടെ പോർട്ട്ഫോളിയോയിൽ 14 പാസഞ്ചർ വെഹിക്കിൾ മോഡൽസ് ഉണ്ട്. അതുപോലെ 450-ലധികം വേരിയൻസും ഇൻക്ലൂഡിംഗ് SUVs, ഹാച്ച് ബാക്സ് അതുപോലെ സെഡാനും. അപ്പോൾ SUVs ആണ് ഇവരുടെ ഏറ്റവും വലിയ ഗ്രോത്ത് കൊണ്ടുവരുന്നത്, 69%. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ Q1 ഫൈനാൻഷ്യൽ 2026 എസ്തർ, വെന്യൂ അതുപോലെ ക്രെറ്റ പോലത്തെ മോഡൽസ് നിന്നാണ് സെയിൽസ് വന്നേക്കുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് i10 നിയോസ്, i20 പോലത്തെ ഹാച്ച് ബാക്സ് 18% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓറ അതുപോലെ വെർണ പോലത്തെ സെഡാൻ 13% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൺസ്യൂമർ ട്രെൻഡ് അതുപോലെ റെഗുലാറ്ററി ട്രെൻഡ് കാരണം ഫ്യൂവൽ മിക്സ് ഇവിടെ ഗ്രാജുവലി ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2025 CNGയുടെ ഷെയർ 11% ആയിരുന്നു. Q1 ഫൈനാൻഷ്യൽ 2026 16% ആയിട്ടുണ്ട്. ഇപ്പോൾ EVs 1.4% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി 83% പെട്രോൾ അതുപോലെ ഡീസലിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹുണ്ടായുടെ റവന്യൂ ജസ്റ്റ് കാർ സെയിൽസിലേക്ക് മാത്രം ഇവിടെ ലിമിറ്റഡ് അല്ല. 2025 ഫൈനാൻഷ്യൽ പാർട്സ് ആൻഡ് ആക്സസറീസ് സെയിൽസിലേക്ക് 6% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 3 ഇയേഴ്സ് സെയിൽസ് CAGR 13% ആണ്. അതേസമയത്ത് പ്രോഫിറ്റ് ഗ്രോത്ത് 25% സ്ട്രോങ് ആണ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 നമ്പേഴ്സ് നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ റവന്യൂ 1641 കോടിയായിരുന്നു. ഇയർ 5.4% ഡിക്ലൈൻ ആണ് ഇത് കാണിക്കുന്നത്. അപ്പം ഇത് സൂചിപ്പിക്കുന്ന ടോപ്പ് ലൈൻ വീക്ക്നെസ് ആണ്. അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം വരുന്നത് വോളിയത്തിൽ 6% ഇടിഞ്ഞതായിരുന്നു. ഇപ്പോൾ ടോട്ടൽ സെയിൽസ് 1,80,399 യൂണിറ്റ്സിലേക്ക് കുറഞ്ഞു. ഇപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസ് ഈവൻ ഇവിടെ മോശമായിരുന്നു, 11.5% കുറഞ്ഞു. 1,32,259 യൂണിറ്റ്സിലേക്ക് എത്തി. അപ്പം ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ് ഡൊമസ്റ്റിക് ഡിമാൻഡ് പ്രഷറിലാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ മാർജിൻ സൈഡിൽ കമ്പനി കോസ്റ്റ് കൺട്രോൾ അതുപോലെ ലോക്കലൈസേഷൻ എഫേർട്ട് വഴി കുറച്ച് മാർജിൻ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 5.2% കുറഞ്ഞു, 1423 കോടിയിലേക്ക് എത്തി. മാർജിൻ സൈഡിൽ കമ്പനി കോസ്റ്റ് കൺട്രോൾ അതുപോലെ ലോക്കലൈസേഷൻ എഫേർട്ട് വഴി മാർജിൻ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്തു. എന്നാൽ മെറ്റീരിയൽ കോസ്റ്റ് ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് നിന്നു. അതുപോലെ എംപ്ലോയി കോസ്റ്റ് 12.8% കൂടി 62.4 കോടി എത്തി. അപ്പോൾ ഇത് കാണിക്കുന്നത് റവന്യൂ പ്രഷർ ഉണ്ടായിട്ട് പോലും സ്റ്റാഫിന്റെ ടോട്ടൽ എക്സ്പെൻസ് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കും എന്നതാണ്.
ഇനിയിപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 6.6% കുറഞ്ഞ് 219 കോടി എത്തി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 18 ബേസിസ് പോയിന്റ് സ്ലിപ്പായിട്ട് 13.3%. അപ്പൊ ഇത് കാണിക്കുന്ന ഒരു സ്റ്റേബിൾ മാർജിൻ ആണ്. അപ്പം ഇത് ബോട്ടം ലൈനിൽ ഒരു ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് 8.1% കുറഞ്ഞ് 137 കോടിയായി. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിനും 25 ബേസിസ് പോയിന്റ് കുറഞ്ഞ് 8.3%. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ നിയർ ടേം സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മ്യൂട്ടഡ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ജൂൺ 2025 ടോട്ടൽ ഇൻഡസ്ട്രി വോളിയം കഴിഞ്ഞ 30 മാസത്തിൽ ഏറ്റവും കുറവാണ്, ഡിസംബറിൽ ഒഴിച്ച്. എന്നാൽ ഗ്രാജുവലി റിക്കവറി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു റിക്കവറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനുള്ള മെയിൻ കാരണം Q2 അതുപോലെ Q3 വരാനിരിക്കുന്ന ഫെസ്റ്റീവ് ഡിമാൻഡ് ആണ്. അതായത് നവരാത്രിയും ദീപാവലിയും ഒക്കെ. പിന്നെ ഇപ്പം നല്ല മൺസൂൺ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്, ടാക്സ് റിലീഫ്, അപ്കമിംഗ് പേ കമ്മീഷൻ ബെനിഫിറ്റ്സ് പോലത്തെ ഗവൺമെന്റ് മെഷേഴ്സും. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റൂറൽ ഡിമാൻഡാണ് അർബൻ ഡിമാൻഡിനേക്കാളും നല്ലപോലെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള നല്ല മൺസൂൺ, അതുപോലെ മിനിമം സപ്പോർട്ട് പ്രൈസ്, അതുപോലെ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറുമാണ്. ഇപ്പോൾ റൂറൽ ബയേഴ്സിന്റെ താല്പര്യമൊക്കെ ഇപ്പോൾ മാറുന്നുണ്ട്. ഇപ്പോൾ മുന്നേ അവർ ഹാച്ച് ബാക്സും ഒക്കെ ആയിരുന്നു വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ SUV-ലേക്കൊക്കെ സ്ട്രോങ് ഡിമാൻഡ് ഉണ്ട്. ഇപ്പം ആദ്യമായിട്ട് കാർ വാങ്ങുന്ന ആളുകളുടെ ഷെയർ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 40% കൂടി. ഇപ്പോൾ ക്രെറ്റ വാങ്ങുന്ന 32% ആളുകളും ഫസ്റ്റ് ടൈം ബയേഴ്സ് ആണ്. ഇപ്പോൾ 2020 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് 13% മാത്രമായിരുന്നു. അപ്പം ഇവിടെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് പ്രീമിയമൈസേഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ്. സൺറൂഫ്, ADAS, ഇൻകാർ പേയ്മെന്റ്സ്, ലോ ട്രിംസിൽ കിട്ടുന്ന ഓട്ടോമാറ്റിക്സ് പോലെയുള്ള ഫീച്ചേഴ്സ് ആണ് ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് തുടരാനായിട്ട് കമ്പനി 2030 ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും പുതിയ 26 പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ പല ബ്രാൻഡ്സും കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കമ്പനിയുടെ സ്ട്രാറ്റജി ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുത്ത ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടി എക്സൈറ്റ് ചെയ്യിപ്പിക്കുക എന്നതാണ്. അതായത് നിലവിലെ മോഡലിന് കുറച്ച് ഫ്രഷ് ലുക്ക് കൊണ്ടുവരിക, പുതിയ വേർഷൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പ്രീമിയം ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കമ്പനി നോക്കുന്നത്. അതായത് വില കുറയ്ക്കുന്നതിന് പകരം പ്രൊഡക്റ്റ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി. മാനുഫാക്ചറിംഗ് സൈഡിൽ പൂനെയിലെ തേൽഗാവ് പ്ലാന്റിൽ എഞ്ചിൻ പ്രൊഡക്ഷൻ മിഡ് ജൂണിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെഹിക്കിൾ അസംബ്ലി Q3 ഫൈനാൻഷ്യൽ 2026 ആരംഭിക്കും. അപ്പോൾ തുടക്കത്തിൽ 1,70,000 കപ്പാസിറ്റി ആഡ് ചെയ്യും. അപ്പോൾ അത് എന്താണ് ഗ്രാജുവലി അത് സ്കെയിലപ്പ് ചെയ്ത് 2028 വരെ നോക്കുകയാണെങ്കിൽ 2.5 ലക്ഷം യൂണിറ്റ് ആക്കും. അപ്പോൾ ചെന്നൈ പ്ലാന്റിൽ 8,24,000 കപ്പാസിറ്റിയും കൂടി കൂട്ടിയിട്ട് കമ്പൈൻഡ് പ്രൊഡക്ഷൻ 1 മില്യൺ യൂണിറ്റ്സ് കടക്കും. കൂടാതെ കപ്പാസിറ്റി എക്സ്പാൻഷൻ, ടെക്നോളജി അപ്ഗ്രേഡ്സ്, അതുപോലെ ലോങ് ടേം ഗ്രോത്തിനായിട്ട് 6,000 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്കലൈസേഷനും ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പം 82% പാർട്സും ഇന്ത്യയിൽ നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. കൂടാതെ EVs എന്നുള്ള ഹൈടെക് കമ്പോണൻസും ലോക്കലൈസ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് ഫ്രം ഓപ്പറേഷൻസ് പകുതിയായിട്ട് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 9,252 കോടിയിൽ നിന്ന് 4,345 കോടിയിലേക്ക്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലിലെ മാറ്റങ്ങളാണ്. അതായത് പേയബിൾസ്, റിസീവബിൾസ്, ഇൻവെന്ററീസ്, അതുപോലെ ലയബിലിറ്റീസ് എന്നൊക്കെയുള്ള നെഗറ്റീവ് ഇമ്പാക്ട്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോവർ ഡിവിഡൻഡ്, TDS, അതുപോലെ കസ്റ്റമർ അഡ്വാൻസ് കാരണം അതർ കറന്റ് ലയബിലിറ്റീസ് 64% കുറഞ്ഞു. എന്നാൽ ഇവിടെ ഇൻവെസ്റ്റിംഗ്, അതുപോലെ ഫൈനാൻസിങ് ഔട്ട്ഫ്ലോ എല്ലാം നല്ലപോലെ കൺട്രോൾ ചെയ്തു. അപ്പോൾ ഇത് 3,872 കോടിയുടെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോയ്ക്ക് കാരണമായി. കോമ്പറ്റേറ്റീവ് ആംഗിളിൽ ഹുണ്ടായുടെ സ്കെയിൽ മാരുതിയുടെ ഏകദേശം 3/1. എന്നാൽ എഫിഷ്യൻസി അതുപോലെ റിട്ടേൺസിൽ ഹുണ്ടായി ക്ലിയർലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. 2.45 എന്ന അസറ്റ് ടേൺ ഓവറോടെ അതുപോലെ 53.9% ROCയും. ഇപ്പോൾ രണ്ടും കോമ്പറ്റേറ്റേഴ്സ് അതുപോലെ ഇൻഡസ്ട്രി മീഡിയനേക്കാളും മേലെയാണ്. ഇപ്പോൾ ടോപ്പ് പൊസിഷൻ നേടിക്കൊണ്ട് ROയും 41.8%. അപ്പോൾ ഇത് ഷെയർ ഹോൾഡേഴ്സിന് സ്ട്രോങ് വാല്യൂ ക്രിയേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഗ്രോത്തിന്റെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹുണ്ടായി പുറകിലാണുള്ളത്. സെയിൽസ് ഗ്രോത്ത് 13%. ഇത് മാരുതി അതുപോലെ മഹേന്ദ്രനേക്കാളും പുറകിലാണ്. അപ്പോൾ മാർജിൻ 8.15%. മീഡിയനേക്കാളും ചെറുതായിട്ട് ബെറ്റർ ആണിത്. എന്നാൽ ക്യാഷ് കൺവേർഷൻ 0.49 ആണ്. അപ്പോൾ ഇത് മാരുതി അതുപോലെ ടാറ്റയെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ വീക്കാണ്. സോ നമ്മളിപ്പോൾ ഓവറോൾ എന്താണ് ഹുണ്ടായുടെ സ്ട്രെങ്ത്, ക്യാപിറ്റൽ എഫിഷ്യൻസി, അതിൽ പ്രോഫിറ്റബിലിറ്റിയുടെ ഒക്കെ നമ്മൾ ഇടയ്ക്കാണുള്ളത്. എന്നാൽ ഗ്രോത്ത് മൊമെന്റും ക്യാഷ് ജനറേഷൻ വീക്ക് സ്പോട്ടായിട്ടാണ് തോന്നുന്നുണ്ട്. ഇനി ടെക്നിക്കൽസിലേക്ക് നമ്മൾ വരുമ്പോൾ ഏകദേശം ഒക്ടോബർ 2024 ഹുണ്ടായി അവരുടെ IPO ലോഞ്ച് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇന്ന് വരെ നമ്മൾ നോക്കിയാൽ 2000 എന്ന ലെവലിൽ താഴെ പോകുന്നവരെ ഒരു IPO ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ജൂണിൽ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ടിന് ശേഷം സ്റ്റോക്ക് ഒരു ചെറിയ റേഞ്ച് ഫോം ചെയ്തു. അതിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം റീസെന്റ് വേറൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി. ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷേ സ്റ്റോക്ക് 2200 എന്ന ലെവലിൽ താഴെ പോയാൽ ആ ഒരു ട്രെൻഡ് ഇൻവാലിഡേറ്റ് ആയിട്ട് കണക്കാക്കും. ഇനി നമ്മൾ റിസ്കിലേക്ക് വരുമ്പം ആദ്യത്തെ ഡൊമസ്റ്റിക് ഡിമാൻഡ് വീക്ക്നെസ് ആണ്. അപ്പോൾ കഴിഞ്ഞ 30 മാസത്തിൽ ഡിസംബർ ഒഴിച്ച് നമ്മൾ നോക്കിയാൽ 2025 ജൂൺ ഏറ്റവും ലോവസ്റ്റ് സെയിൽ മന്ത് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഡിമാൻഡ് പ്രഷർ ഇപ്പോഴും ഓൺഗോയിങ് ആണ് എന്നുള്ള കാര്യമാണ്. പിന്നെ പുതിയ എൻട്രൻസും അഗ്രസീവ് ഡിസ്കൗണ്ടും Q1 ഫൈനാൻഷ്യൽ 2026 മാർജിൻ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ഡിസ്കൗണ്ട് ആവറേജ് സെല്ലിംഗ് പ്രൈസിന്റെ 3.4% വരെ എത്തിയിട്ടുണ്ട്.
കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ പ്ലാൻ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് നിയർ ടേം പ്രോഫിറ്റ്സിൽ പ്രഷർ ഉണ്ടാക്കും. 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും നോർമൽ ആവുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ടർബുലന്റ് ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസും വീക്ക് ഗ്ലോബൽ ഡിമാൻഡും പ്രൊഡക്ഷനും സെയിൽസും ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ്ലി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സ്ട്രിക്ട് കംപ്ലൈൻസ് വിത്ത് കഫേ നോംസ് പോലത്തെ റെഗുലാരിറ്റി അഡ്ഹറൻസ് എപ്പോഴും സെയിൽസ് ലോസ് അല്ലെങ്കിൽ പെനാൽറ്റി റിസ്ക് ഉണ്ടാക്കും. ഇപ്പോൾ ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഉള്ള 2 സ്റ്റോക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ചത്. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ചാർട്ട് ബ്രേക്ക് ഔട്ട് ഒരുപാട് സമയത്തേക്ക് സ്റ്റേബിൾ ആവുന്നത് ക്യാഷ് ഫ്ലോ, ഏർണിംഗ്സ്, എക്സ്പാൻഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണ് തോന്നുന്നത്? ഈ 2 സ്റ്റോക്സിൽ ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത്? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയാണ്. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.